സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി. 12 മണി മുതൽ 2 മണി വരെയാണ് ചർച്ച നടക്കുക. ആർ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളും. ആർ റോഷിപാൽ, റിപ്പോർട്ടർ TV തന്നെ തുടങ്ങി വെച്ചൊരു ക്യാമ്പയിനാണ് ലഹരി എടുക്കുന്ന ജീവിതം എന്ന പരമ്പര. ലഹരി ഉപയോഗിക്കുന്നവരുടെ അതിക്രമങ്ങൾ പെരുകി വരുന്നൊരു കാലത്താണ് ഇപ്പോൾ പ്രതിപക്ഷം ഇങ്ങനെയൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ അത് അംഗീകരിക്കുകയായിരുന്നു അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ലഹരി ഉപയോഗം വർദ്ധിക്കുകയും ആ ലഹരി ഉപയോഗത്തെ തുടർന്ന് കൂടുതൽ അക്രമങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പ്രതിപക്ഷം ഇങ്ങനെ വിഷയം സഭയിൽ എത്തിച്ചത്. അടിയന്തര പ്രമേയത്തിന് PC വിശ്വനാഥാണ് നോട്ടീസ് നൽകിയത്. ആ അടിയന്തര പ്രമേയം ഇന്ന് 12 മുതൽ 2 മണിക്കൂർ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തത്. സർക്കാർ ഈ ലഹരി ഉപയോഗവും അത് സംബന്ധിച്ചുള്ള അതിക്രമങ്ങളും ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് പറയുകയും ചെയ്തു. ഏതായാലും വിശദമായ ഒരു ചർച്ചയാണ്. കാരണം ഓരോ ദിവസവും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പോലീസിൻ്റെ എതിരെ അടക്കം അക്രമങ്ങൾ നടക്കുന്നു. വീട്ടിൽ മാതാപിതാക്കളെ ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് പ്രതിപക്ഷം വിഷയം സഭയിൽ എത്തിക്കാൻ. റോഷിപാലാണ് ചേർന്നത്. സഭയിൽ 12 മണി മുതൽ 2 മണി വരെയായിരിക്കും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കേരളത്തിൽ വിനാശമുണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പ്രതിപക്ഷം ഉയർത്തിയ അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ച നടക്കും.